നമ്മളവിടെ മുന്നേയൊക്കെ ചെന്ന് അങ്ങനെ നിന്നാൽ ഇദ്ദേഹം പോകാൻ പറയില്ല. അപ്പൊ ഒരു പെർമിഷൻ കിട്ടുന്നത് പോലെ നിൽക്കൂ എന്ന് പറയുന്നത് എന്തെങ്കിലും മുഖത്ത് നോക്കുകയോ കാണുകയോ ചെയ്തോ? അത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പൊതുവെ ആൾക്കാരെല്ലാം ഓട്ടിക്കും, അവിടെ നിൽക്കാൻ സമ്മതിക്കില്ല. പക്ഷെ നമ്മൾ പോകുമ്പോഴൊക്കെ അവിടെ പോകണ്ട എന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പോകണ്ടെന്നോ അല്ലെങ്കിൽ പോകാനോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്കൊരു മൗനസമ്മതം എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ സ്ഥിരമായിട്ട് പോയി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ഈ സൈലൻസ് എന്തെന്ന് അദ്ദേഹം പഠിപ്പിക്കാതെ അല്ലെങ്കിൽ പറയാതെ പഠിപ്പിക്കുന്ന ഒരവസ്ഥ ഇങ്ങനെ നമുക്കൊരു ലിങ്ക് പോലെ ഉണ്ടാകും. പിന്നെ ഒരു ഇടയ്ക്കിടയ്ക്ക് പോകുന്ന സ്ഥിരമായിട്ട് എല്ലാ ആഴ്ചയിലും അങ്ങനെയല്ല. കാര്യം അന്ന് നമ്മൾ ബസ്സിൽ പോകുന്ന പൈസ, തിരിച്ചുള്ള പൈസ, അത് മാത്രമല്ല വീട്ടിൽ നിന്ന് തരത്തുള്ളൂ. അതിനകത്ത് വേണം ഇതെല്ലാം ചെയ്യേണ്ടത്. പിന്നെ ഒരിക്കൽ ഇതേപോലെ പോയ സമയത്ത് അദ്ദേഹം ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥ, സ്ട്രൈറ്റ് ആയിട്ട് കണ്ണിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നു, അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരവസ്ഥ. അപ്പൊ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ മിക്കവാറും നടന്നിട്ടുണ്ടാവണം. പക്ഷെ നമ്മൾ പ്രത്യേകിച്ച് വ്യാഖ്യാനിക്കാൻ പോകാത്തത് കൊണ്ട് അത് എന്താണ് കമ്മ്യൂണിക്കേഷൻ ഒന്നും അറിയില്ല. പക്ഷെ അതൊരു ഒരു കണ്ണും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീലോട്ട്. പിന്നീട് പിൽക്കാലത്താണ് ഈ നയനദീക്ഷ പോലത്തെ കാര്യങ്ങളെല്ലാം പറയപ്പെടുന്നത് ആയിരിക്കാം എന്ന് നമ്മൾ അത് ചിന്തിക്കുന്നത്. പക്ഷെ അതൊരു കണക്ഷൻ അവിടെ സ്വാഭാവികമായിട്ട്. പിന്നെ അവിടെ ഇതേപോലെ പോകുന്നു, നിൽക്കുന്നു, തിരിച്ചു വരുന്നു. നമ്മളുടെ ഒരു ഇന്നർ സെർച്ചിങ്ങിലും അല്ലെങ്കിൽ ആ ഒരു ചോദ്യം വേണ്ട, നിർത്താം എന്ന് പറഞ്ഞതിനെല്ലാം ഒരു കണക്ഷൻ നമുക്ക് വരുന്ന ഒരു ഫീലോട്ട് ഈ ഒരു അവസ്ഥ ഓർമ്മയാവും. അവിടെ തന്നെ പല സിദ്ധന്മാരും പല ഗുരുക്കന്മാരും അന്വേഷികളും വേറെ ഇഷ്ടംപോലെ വരും. ഇദ്ദേഹം ഇങ്ങനത്തെ ഒരു തലത്തിൽ നിൽക്കുന്നത് കാരണം ഒത്തിരി പേര് അവിടെ വന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. പറയുന്നില്ല, ആര് വന്നാലും ഇദ്ദേഹം ആരോടും വേണ്ടിയോ സംസാരിക്കുകയില്ല, ഏത് തരത്തിലുള്ള ആൾക്കാർ വന്നാലും. ഇദ്ദേഹം ഒരു ധ്യാനാവസ്ഥയിൽ ഇരിക്കുകയാണ്. ഇദ്ദേഹം ഒരു അവധൂതൻ, അവധൂത തലത്തിലെത്തിയ ഒരാളാണ്. അപ്പം ഇദ്ദേഹത്തിന് പ്രപഞ്ചവും അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള വേറെ ഒന്നുമായിട്ടൊരു കണക്ഷൻ ഇല്ല. അദ്ദേഹം ഭക്ഷണം കഴിക്കാറില്ല, ചായ മാത്രം കുടിക്കുന്ന ഒരു അവസ്ഥ. നമ്മൾ പോയി കാണുന്നതിന് തൊട്ട് മുമ്പ് വരെ അദ്ദേഹം ബീഡി വലിക്കുമായിരുന്നു വല്ലപ്പോഴും. പിന്നീട് നമ്മൾ എന്നെ കണ്ട സമയത്തൊന്നും ബീഡിയൊന്നും ഉപയോഗിക്കുന്ന ഇതായിരുന്നു. ചായ മാത്രം കുടിക്കും, ഒരു ഭക്ഷണവും കഴിക്കില്ല, ഒരേ ഇരിപ്പിരിക്കും, എണീറ്റ് നിൽക്കത്തോളില്ല, ഒരേ ഇരിപ്പ് ആ മരത്തിന്റെ മൂട്ടിൽ അങ്ങനെ ഇരിക്കും. രാത്രി ഒക്കെ അവിടെ തന്നെ ഫുൾ ടൈം 24 hours വെയിലത്താണ് ഇരുന്നത്. പിന്നീടാണ് അവിടുത്തെ ഭക്തര് ഒരു ഓല ഷെഡ് പോലെ അത് കുത്തിക്കൊടുത്തത്. അവിടെ തന്നെയാണ് ഇരിക്കുന്നതും കിടക്കുന്നതും ഇരിക്കുന്നതും. നടക്കുകയോ സംസാരിക്കുകയോ ഒഴുത്തു പോവുകയോ മലമൂത്ര വിസർജനമൊന്നും ഇല്ല. ജസ്റ്റ് ഒന്ന് മൂത്രം ഒഴിക്കും, അതൊരു അവിടെ ഒരു കുപ്പി ഉണ്ടാവും, അതിലില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള ഒരു വേറെ തലത്തിലുള്ള ഒരാളാണ്. ഇദ്ദേഹത്തിന് മുന്നേ ഉണ്ടായിരുന്ന പൂന്തറസ്വാമി ഇതേപോലത്തെ ഇതാണ്. ഇദ്ദേഹം ഗവൺമെന്റ് ഉദ്യോഗസ്ഥനൊക്കെ ആയിരുന്ന ആളാണ്. ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് വന്ന് അപ്പോൾ ആ സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മുടെ ഗുരുവിനെ നമ്മൾ കാണുന്നത്. അവധൂത് വിശ്വനാഥ് എന്ന് പറയുന്നത്. അവധൂത് വിശ്വനാഥ് അപ്പൊ അദ്ദേഹം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവാം ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. അപ്പം നമ്മള് ബികോം തേർഡ് ഫൈനല് ആവുന്ന സമയമാണ്. അപ്പൊ അദ്ദേഹം നമ്മൾ ചോദിച്ചു എന്താണ് പേരെന്ന് ആദ്യമായിട്ട് ചോദിക്കുക. ഈ തക്കലസ്വാമിയല്ല, അവധൂത് വിശ്വനാഥൻ പറഞ്ഞ് ചോദിക്കുക എന്താണ് പേരെന്ന് ചോദിച്ചു. പണ്ടേ ഉള്ള പേര് ഗുരുപ്രസാദ് എന്നാണ്, മാറ്റിയ പേരൊന്നുമല്ല. സ്കൂൾ ടൈമില് വീട്ടുകാരിട്ട പേര് ഗുരുപ്രസാദ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു അവധൂത് ഗുരുപ്രസാദ് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് നിങ്ങളുടെ റൂട്ട് എന്ന് പറയുന്നത് ധ്യാനമാണ്, അതിലാണ് പോകേണ്ടത്. അപ്പോൾ നമ്മളുടെ ഈ എന്താണോ നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നത്, വർഷങ്ങൾക്ക് മുമ്പ് ആഗ്രഹിച്ചിരുന്നു, അതാണ് ഇപ്പോഴത് കേൾക്കുന്നത്. നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതും
പോകുന്ന റൂട്ടും ഒക്കെ ഇതാണെന്നുള്ളതൊക്കെ അതിന്റെ ഒരു എന്താ പറയാ, നമ്മളിപ്പോ ഒരു സർട്ടിഫിക്കറ്റില് ഒപ്പിട്ട് സീലടിക്കുന്നത് പോലത്തെ ഒരു സംഭവം ഫീൽ ചെയ്യുന്നത് അപ്പോഴാണ്. അപ്പോഴ് ധ്യാനമാണ് പോകേണ്ടത്. അപ്പൊ ഇതൊക്കെ നമുക്ക് എൻ്റെ ഉള്ളില് ശരിക്കും ആ സ്ട്രോങ് ആയി. ആ റൂട്ട് വന്ന് പൊയ്ക്കൊണ്ടിരുന്നതെല്ലാം ആ കറക്റ്റ് ഇതാണെന്നുള്ളത് സ്ട്രോങ് ആയി. അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരുന്നു. കുറെ കഴിഞ്ഞ ശേഷം അദ്ദേഹം വീണ്ടും പറഞ്ഞത്, ഇതിനെ കൊമേഴ്സ്യൽ ആക്കരുത്. ഈ രണ്ട് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ആദ്യം പേര് ചോദിച്ചു. അപ്പൊ പേര് പറഞ്ഞപ്പോഴാണ് അവധൂത് ഗുരുപ്രസാദ് എന്ന് പറയുന്നത്. പേരിന്റെ കൂടെ അവധൂത് എന്നുള്ള ഇതിൽ പറയുന്നത്. പിന്നീട് എന്താ പറഞ്ഞത്, ധ്യാനമാണ് റൂട്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ഇത് കൊമേഴ്സ്യലാക്കരുത്. ഇതാണ് നമുക്ക് ആഴപ്പാട് ആ ഗുരു എന്നുള്ള ഒരു രീതിയിൽ അദ്ദേഹത്തിന്റെ തക്കലസ്വാമി അല്ല ഈ പറയുന്ന ആള്. തക്കലസ്വാമി ഒരു മൗനമായിട്ട് ഇരിക്കുള്ളൂ. ഈ പറയുന്ന ആൾ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് അല്ല, അവിടെ ഇങ്ങനെ വന്നു നിൽക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരാള്. അതിനപ്പോ ഓൾറെഡി അദ്ദേഹം ഒരു സ്വാമിയാണ്. ആണ് അവധൂതം തന്നെയാണ്.